സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആരോപണവിധേയനായ പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീൻ കൈവശം വച്ചിരിക്കുന്നത് സർവകലാശാലയുടെ 2 ക്വാർട്ടേഴ്സുകൾ. തൃശൂർ കൊക്കാലിയിലും പൂക്കോടുമാണ് MK നാരായണന് ക്വാർട്ടേഴ്സുകൾ ഉള്ളത്. കൊക്കാലിയിലെ മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ട കെട്ടിടമാണ് നാരായണൻ കൈവശം വച്ചിരിക്കുന്നത്. സ്ഥലലഭ്യതയില്ലാത്തതിനാൽ മൃഗങ്ങൾക്കുള്ള 24 മണിക്കൂർ ചികിത്സ മുടങ്ങിയിട്ട് നാളുകളായി. സർവകലാശാല കോളേജ് ഡീനിന് നിയമപരമായി അനുവദിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സാണ്. ഡോക്ടർ MK നാരായണന് നിലവിൽ പൂക്കോട് ഒരു താമസ സ്ഥലം സർവകലാശാല സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ കൊക്കാലയിലെ മൃഗാശുപത്രിയോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സും കൈവശം വച്ചിരിക്കുന്നത്. മൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കെട്ടിടമാണെന്നും ഇവിടം ഒഴിയാത്തതിനാൽ 24 മണിക്കൂർ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നില്ലെന്നും സർവകലാശാല രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീൻ MK നാരായണൻ അവിടെ കൈവശത്തിലാണ്. പാവങ്ങൾ മൃഗസംരക്ഷണം പറഞ്ഞിട്ട് നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. 2 ക്വാർട്ടേഴ്സ് കൈവശം വയ്ക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് പൂക്കോട് ക്വാർട്ടേഴ്സ് എടുത്തപ്പോൾ അതിൽ താമസിക്കേണ്ട കാര്യങ്ങൾക്ക് 2 ലക്ഷം പിന്നീട് 5 ലക്ഷമൊക്കെ പറ്റിയെന്ന് ഞാൻ ഫോൺ വിളിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. MK നാരായണന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. സംഭവത്തിൽ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ് സർവകലാശാല അധികൃതർ. റിപ്പോർട്ടർ, തൃശൂർ.